ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDF-നും കോൺഗ്രസിനും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് കോൺഗ്രസിൽ നിന്നും മറ്റൊരു മുതിർന്ന ജില്ലാ നേതാവ് കൂടി CPM-ലേക്ക് ചേർന്നിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവും KPCCയുടെ എക്സിക്യൂട്ടീവ് അംഗവുമായ വെള്ളനാട് ശശിയാണ് തന്റെ അനുയായികൾക്കൊപ്പം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വിട്ട് CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കോൺഗ്രസ് നിൽക്കുന്ന കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഇത്. ജില്ലയിലെ മുതിർന്ന നേതാവാണ് വെള്ളനാട് ശശി. ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. തൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗ പദവി രാജിവെച്ചിട്ടാണ് വെള്ളനാട് ശശി ഇപ്പോൾ CPM-ലേക്ക് ചേർന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ അടുത്ത വിശ്വസ്തനായ അനുയായി കൂടിയായിരുന്നു വെള്ളനാട് ശശി. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയ പ്രതിരോധങ്ങളെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടാണ് വെള്ളനാട് ശശി ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചെത്തിയത്. ഇത്തവണ പാർട്ടി വിടാൻ കാരണം മറ്റാരുമല്ല, ആറ്റിങ്ങലിലെ MP-യും സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് തന്നെയെന്ന് ഗൗരവകരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വെള്ളനാട് ശശി ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. അടൂർ പ്രകാശ് ഇപ്പോൾ തന്നെ BJP-യിൽ ചേരാൻ തയ്യാറായി നിൽക്കുന്നതെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് വെള്ളനാട് ശശി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അടൂർ പ്രകാശ് മാത്രമല്ല, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും BJP-യിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ചർച്ചകളിലാണ് ഇപ്പോൾ BJP നേതൃത്വവുമായി അടൂർ പ്രകാശ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന രൂക്ഷ വിമർശനവും വെള്ളനാട് ശശി നടത്തിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്ന വെള്ളനാട് ശശിയും കൂട്ടരും ഇനി ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി V. ജോയ്ക്ക് വേണ്ടി ശക്തമായ പ്രകടനത്തിൽ നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗത്വ സ്ഥാനം രാജിവെച്ചിട്ടാണ് വെള്ളനാട് ശശി ഇപ്പോൾ CPM-ലേക്ക് മാറിയിരിക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ 2019 UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ജയിക്കാൻ കാരണം അന്ന് അടൂർ പ്രകാശും കോൺഗ്രസും ചേർന്ന് അവിടുത്തെ മണ്ഡലത്തിലെ BJP വോട്ടുകൾ വിലയ്ക്ക് വാങ്ങി എന്ന ഒരു ആരോപണം, അതിപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പായി അതിൻ്റെ ശബ്ദരേഖ BJP-യുടെ ഓഫീസ് സെക്രട്ടറി പുറത്തുവിട്ടിരുന്നു. അത് ഏതാണ്ട് ഏറെക്കുറെ മണ്ഡലത്തിൽ വിവാദമായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആറ്റിങ്ങലിലെ BJP-യോ സംസ്ഥാന BJP ഘടകമോ കോൺഗ്രസ് ഘടകമോ തയ്യാറായിരുന്നില്ല. എന്തായാലും ഇത്തരമൊരു ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അടൂർ പ്രകാശിനെതിരെ BJP ബന്ധം കാണിക്കുന്നു എന്ന് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ്, ജില്ലാ നേതാവ് വെള്ളനാട് ശശി ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 2019 ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സമ്പത്ത് തോൽക്കാൻ കാരണം അടൂർ പ്രകാശ് BJP വോട്ടുകൾ വ്യാപകമായി വാങ്ങിക്കൂട്ടി വിജയം ഉറപ്പിച്ചതെന്ന് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വെള്ളനാട് ശശിയും അനുയായികളും ഇനി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി V. ജോയ്ക്ക് വേണ്ടിയാകും പ്രവർത്തിക്കുക.